കൊലക്കേസുകളിൽ ജീവപര്യന്തം തടവിനും മറ്റും വിചാരണ കോടതി ശിക്ഷിച്ചാൽ പ്രതികളുടെ അപേക്ഷ പരിഗണിച്ച് സർക്കാരുകൾ 14 വർഷവും മറ്റുമാക്കി ചുരുക്കി ശിക്ഷയിൽ ഇളവ് നൽകുക പതിവാണ്. എന്നാൽ ഇങ്ങനെ നൽകുന്ന ഇളവുകൾ തടയാനും അതിൽ വ്യവസ്ഥ വയ്ക്കാനും ഹൈക്കോടതികൾക്കും മറ്റും അധികാരമുണ്ടെന്ന സുപ്രധാന നിരീക്ഷണം ശ്രദ്ധാനന്ദ കേസിൽ സുപ്രീം കോടതി നടത്തിയിരുന്നു. TP കേസിൽ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണമാണ് ഹൈക്കോടതി ഉപയോഗിച്ചത്. അതായത് പ്രധാന പ്രതികൾക്ക് നിശ്ചിത കാലയളവ് ജയിലിൽ പൂർത്തിയാക്കാതെ ശിക്ഷാ ഇളവ് കൊടുക്കാനാവില്ല. ജയിലിൽ കഴിഞ്ഞ TP കേസ് പ്രതികൾക്ക് നിർബാധം പരോൾ ലഭിച്ചെന്നും ഇളവുകൾ കിട്ടിയെന്നുമുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന ഘട്ടത്തിലാണ് കോടതി നിലപാട് കടുപ്പിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. പ്രതികൾക്ക് പരോൾ കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് MLA-യുടെ റെക്കമെൻഡേഷനിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ റെക്കമെൻഡേഷനിലൊക്കെ കൊടുക്കുന്ന പരോളുകൾ ഒഴിവാക്കാമെന്നല്ലാതെ മറ്റു തരത്തിലുള്ള അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ മൊബൈൽ ഫോൺ കിട്ടുക, ഇതൊന്നും തടയാൻ നമ്മുടെ നാട്ടിലെ സംവിധാനം കൊണ്ട് നടക്കില്ല. നേരത്തെ കൊലയാളി സംഘത്തിലുൾപ്പെട്ട പ്രതികൾക്ക് കൊലക്കുറ്റം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കോടതി കൊടിസുനി, MC അനൂപ്, കിർമാണി മനോജ് തുടങ്ങി 6 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും ചുമത്തി. അതിൽ പ്രത്യേക ജീവപര്യന്തം ശിക്ഷയും കുറ്റക്കാർക്ക് നൽകി. വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം പരിഗണിച്ചില്ലെങ്കിലും വളരെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് TP കേസിൽ ഹൈക്കോടതി നടത്തിയത്. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള സന്തുലിതമായ വിധിയെന്ന് വിശേഷിപ്പിക്കാം. ഒപ്പം കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ താക്കീതും കോടതി നൽകി. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.